അന്തരിച്ച സംഗീതജ്ഞൻ കെ.ജി. ജയന് കണ്ണൂരിൽ കുതിർന്ന അന്ത്യാഞ്ജലി മന്ത്രി പി. രാജീവ് ഉൾപ്പെടെ നിരവധി പേർ തൃപ്പൂണിത്തുറയിലെ വസതിയിലെത്തി ജയന് ആദരാഞ്ജലി അർപ്പിച്ചു. ലായം കൂത്തമ്പലത്തിലെ പൊതുദർശനത്തിന് ശേഷം വൈകിട്ട് തൃപ്പൂണിത്തുറ ശ്മശാനത്തിൽ ഔദ്യോഗിക ബഹുമതികളോടെ മൃതദേഹം സംസ്കരിക്കും. കാക്കനാട്ട് സ്വകാര്യ ആശുപത്രി മോർച്ചറിയിൽ സൂക്ഷിച്ചിരുന്ന മൃതദേഹം രാവിലെ 7:30യോടെയാണ് തൃപ്പൂണിത്തുറയിൽ വസതിയിലെത്തിച്ചത്. വീട്ടിൽ പൊതുദർശനത്തിന് വെച്ച മൃതദേഹത്തിൽ നിരവധി പേരാണ് അന്ത്യാഞ്ജലി അർപ്പിച്ചത്. മന്ത്രി പി. രാജീവ്, കെ. ബാബു MLA, ബി. ഉണ്ണികൃഷ്ണൻ ഉൾപ്പെടെ പ്രമുഖരും അന്ത്യാഞ്ജലി അർപ്പിക്കാനെത്തിയിരുന്നു. ഉച്ചകഴിഞ്ഞ് 3 മുതൽ 5 വരെ ലായം കൂത്തമ്പലത്തിൽ മൃതദേഹം പൊതുദർശനത്തിന് വയ്ക്കും. പിന്നീട് 5:30 തൃപ്പൂണിത്തുറ പൊതുശ്മശാനത്തിൽ ഔദ്യോഗിക ബഹുമതികളോടെ മൃതദേഹം സംസ്കരിക്കും. ചൊവ്വാഴ്ച പുലർച്ചെയായിരുന്നു കെ.ജി. ജയന്റെ അന്ത്യം സംഭവിച്ചത്. വാർദ്ധക്യ സഹജമായ അസുഖത്തെ തുടർന്ന് ഏറെ നാളായി വീട്ടിൽ വിശ്രമത്തിൽ കഴിയുകയായിരുന്നു അദ്ദേഹം. ചെറുപ്രായത്തിൽ തന്നെ കർണാടക സംഗീത രംഗത്ത് ശോഭിച്ച ജയവിജയന്മാരുടെ കൂട്ടുകെട്ടിൽ ആയിരക്കണക്കിന് ഗാനങ്ങളാണ് പിറവിയെടുത്തത്. ഇരട്ട സഹോദരൻ വിജയനൊപ്പം ചേർന്ന് 30ഓളം സിനിമകൾക്ക് സംഗീത സംവിധാനം നിർവഹിച്ച കെ.ജി. ജയൻ 1000-ലധികം ഭക്തിഗാനങ്ങൾക്ക് ഈണം നൽകിയിരുന്നു. 2019 രാജ്യം പത്മശ്രീ നൽകി ആദരിച്ച കെ.ജി. ജയന് കേരള സംഗീത നാടക അക്കാദമി അവാർഡ്, ഹരിവരാസനം അവാർഡ് ഉൾപ്പെടെ ഒട്ടേറെ പുരസ്കാരങ്ങളും ലഭിച്ചിട്ടുണ്ട്. കൈരളി ന്യൂസ്, കൊച്ചി.